നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു പുരുഷൻ ശക്തനായാൽ മാത്രം മതിയോ? പണമുണ്ടെങ്കിൽ മാത്രം വിജയിക്കുമോ? വിദ്യയുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാകുമോ? ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ ആചാര്യൻ ശ്രീ ചാണക്യൻ ഈ ചോദ്യങ്ങൾക്ക് ഇന്നും പ്രശസ്തമായ ജീവിത പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. അധികാരം നേടാനും അത് നിലനിർത്താനും സ്വഭാവം രൂപപ്പെടുത്താനും ജീവിതത്തിൽ ബഹുമാനവും വിജയവും നേടുവാനും അദ്ദേഹം പറഞ്ഞ നയങ്ങൾ ഇന്നും പലരും പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അധ്യായത്തിൽ പുരുഷന്മാരെ പറ്റിയും പുരുഷന്മാർ അറിഞ്ഞിരിക്കാനും ശ്രീ ചാണക്യാചാര്യൻ പറഞ്ഞ 10 മഹാസത്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. അവസാനം വരെ കാണുക, കാരണം ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ചില പ്രായോഗിക പാഠങ്ങൾ തീർച്ചയായും ലഭിക്കും. ഒന്നാമത്തേത്, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അതെ, ശ്രീ ചാണക്യാചാര്യൻ പറയുന്നു, ഇന്ദ്രിയാണീച്ച സംയമ്യ ഭഗവത് പണ്ഡിതോ നരഃ തേഷാകാല ബലം ജ്ഞാതോ സർവകാര്യേണി സാധയേത്. ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം: ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കൊക്കിനെ പോലെ ക്ഷമയോടെയും ഏകാഗ്രതയോടെയും സമയവും സാഹചര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നത്. ശ്രീ ചാണക്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ശക്തി ശരീരത്തിലല്ല, മനസ്സിലാണ്. കോപം, കാമം, അത്യാഗ്രഹം, അസൂയ എന്നിവ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഏത് സാഹചര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. സ്വയം ജയിക്കുന്നവന് ലോകത്തെയും ജയിക്കാൻ കഴിയുമെന്നാണ് ഈ ആശയത്തിൻ്റെ സാരം. രണ്ടാമത്തേത്, വിദ്യയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ശ്രീ ചാണക്യാചാര്യൻ പറഞ്ഞത്, വിദ്യാമിത്രം പ്രവാസേഷു ഭാര്യാമിത്രം ഗൃഹേഷു ച വ്യാധിതസ്യ ഔഷധം മിത്രം ധർമ്മോ മിത്രം മൃതസ്യ ച. വിദേശത്ത് വിദ്യ ഏറ്റവും നല്ല സുഹൃത്ത്, വീട്ടിൽ ഭാര്യയാണ് ഏറ്റവും നല്ല കൂട്ടാളി, രോഗിക്ക് ഔഷധമാണ് സുഹൃത്ത്, മരണാനന്തരം ധർമ്മം മാത്രമാണ് കൂടെ നിൽക്കുന്നത്. പണം നഷ്ടപ്പെടാം, സ്വത്തും നഷ്ടപ്പെടാം, പക്ഷേ അറിവ് ആരും കവർന്നെടുക്കില്ല. ശ്രീ ചാണക്യാചാര്യൻ വിദ്യയെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കണക്കാക്കുന്നു. അതുകൊണ്ട് പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. മൂന്നാമത്തേത്, അലസതയാണ് ഏറ്റവും വലിയ ശത്രു. ശ്രീ ചാണക്യാചാര്യൻ പറഞ്ഞത്, ആലസ്യോപഹതാ വിദ്യ പരഹസ്തഗതം ധനം അല്പബീജം ഹതം ക്ഷേത്രം ഹതം സൈന്യം അനായകം. ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം, അലസത വിദ്യയെ നശിപ്പിക്കും. മറ്റൊരാളുടെ കയ്യിലേക്ക് പോയ ധനത്തെപ്പറ്റി പറയാനേ പറ്റുകയുള്ളൂ. മോശമായ വിത്ത് കൃഷിയെ നശിപ്പിക്കും. നേതാവില്ലാത്ത സൈന്യം പരാജയപ്പെടും. അവസരങ്ങൾ പലർക്കും ലഭിക്കും, പക്ഷേ പ്രവർത്തിക്കുന്നവനാണ് വിജയിക്കുന്നത്. നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് ചാണക്യാചാര്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ദിവസവും ചെറിയ മുന്നേറ്റങ്ങൾ പോലും വലിയ വിജയത്തിലേക്ക് നയിക്കും. നാലാമത്തേത്, രഹസ്യങ്ങൾ എല്ലാവരോടും പങ്കിടരുത്. ശ്രീ ചാണക്യാചാര്യൻ പറയുന്നു, മനസാ ചിന്തിതം കാര്യം വചസാ നൈവ പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ ചാപി നിയോജയേത്. ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം ഇതാണ്: മനസ്സിൽ ആലോചിച്ച പദ്ധതികൾ എല്ലാവരോടും പറയരുത്. അവ രഹസ്യമായി സൂക്ഷിച്ച് ശരിയായ സമയത്ത് നടപ്പിലാക്കണം. സ്വന്തം പദ്ധതികളും ലക്ഷ്യങ്ങളും ദൗർബല്യങ്ങളും
എല്ലാവരോടും പറയുന്നത് ബുദ്ധിയല്ല. വിജയം നേടിയതിന് ശേഷം ലോകം അറിയട്ടെ. അതുവരെ പ്രവർത്തിക്കുകയാണ് ഏറ്റവും നല്ല മറുപടി. ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തും വളരെ പ്രശസ്തമായ ഉപദേശമാണ്. അഞ്ചാമത്തേതാണ് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നത്. ശ്രീ ചാണക്യാചാര്യൻ പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നു. മടിയന്മാരുടെയും നെഗറ്റീവ് ചിന്തയുള്ളവരുടെയും കൂട്ടത്തിൽ ജീവിച്ചാൽ മുന്നേറ്റം ബുദ്ധിമുട്ടാകും. സത്യസന്ധരും പരിശ്രമിക്കുന്നവരുമായ ആളുകളോടൊപ്പം സഞ്ചരിക്കാൻ ചാണക്യാചാര്യൻ ഉപദേശിക്കുന്നു. ആറാമത്തേത് ധനം സമ്പാദിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ബുദ്ധി വേണം എന്ന്. ചാണക്യാചാര്യൻ പറയുന്നു, കൂടുതൽ വരുമാനം മാത്രം മതിയാവില്ല. സമ്പാദിച്ചതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും സംരക്ഷിക്കാനും പഠിക്കണം. അനാവശ്യ ചിലവുകൾ ഭാവിയിലെ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൻ്റെ ശക്തിയാണ്. ഏഴാമത്തേതാണ് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നത്. ഒരു മുറിവ് ഭേദമാകും, പക്ഷേ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവ് പലപ്പോഴും ഭേദമാകില്ല. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് വർഷങ്ങളായുള്ള ബന്ധങ്ങൾ തകർത്തേക്കാം. എട്ടാമത്തേതാണ് പ്രതിസന്ധികളിൽ തളരരുത് എന്നത്. സുഖകാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാകും, എന്നാൽ പ്രയാസകാലത്താണ് യഥാർത്ഥ സ്വഭാവവും ധൈര്യവും തെളിയുന്നത്. പരാജയമെന്നത് ഒരു അവസാനമാണെന്ന് കരുതരുത്. ഒൻപതാമത്തേതാണ് കുടുംബ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ് ബഹുമാനിക്കപ്പെടുന്നത്. അതെ, കുടുംബത്തെ സംരക്ഷിക്കുകയും മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും കരുതുകയും ചെയ്യുന്ന ഒരാൾ സമൂഹത്തിൽ സ്വാഭാവികമായ ബഹുമാനം നേടുന്നു. പത്താമത്തേതാണ് നിങ്ങളുടെ സ്വഭാവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സമ്പത്തും അധികാരവും ഒരു ദിവസം നഷ്ടപ്പെടാം, പക്ഷേ നല്ല സ്വഭാവം ജീവിതകാലം മുഴുവനും ഒരാളെ ഉയർത്തി നിർത്തും. സത്യസന്ധത, വിനയം, ആത്മവിശ്വാസം, കഠിനാധ്വാനം ഇവയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ആഭരണങ്ങൾ. ശ്രീ ചാണക്യാചാര്യൻ്റെ കാഴ്ചപ്പാടിൽ നല്ല സ്വഭാവമില്ലാത്ത ശക്തിയും സമ്പത്തും, നല്ല സ്വഭാവമില്ലാതെ ശക്തിയും സമ്പത്തും ദീർഘകാലം നിലനിൽക്കില്ല. ഈ പറഞ്ഞ 10 കാര്യങ്ങളും ഒരു വിഭാഗം ആളുകളെ വിമർശിക്കാനല്ല, ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന പൊതുവായ ജീവിത പാഠങ്ങളായാണ് ഇവയെ കാണേണ്ടത്. ശ്രീ ചാണക്യാചാര്യൻ്റെ നയങ്ങൾ ഇന്നും വളരെ പ്രശസ്തമാകുന്നത് അവ മനുഷ്യൻ്റെ സ്വഭാവത്തെയും തീരുമാനങ്ങളെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങളായതിനാലാണ്. ഈ 10 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്നറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.